ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. 28-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ആ ലാസ്റ്റ് വേർഡാണ് എൻ്റെ ഹൃദയത്തിനകത്ത് വലിയ സ്പർശനം ഉളവാക്കിയത്. നീ മിണ്ടാതിരുന്നിട്ട്. അപ്പം ദൈവം നിശബ്ദമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദൈവം നിശബ്ദമാകുന്ന ആ സന്ദർഭങ്ങൾ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നതിന് തുല്യമായിട്ടുള്ള ഒരനുഭവമാണ്. ഇവിടെ പ്രാർത്ഥനയാണ് ഉയരുന്നത്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ പ്രാർത്ഥനയാണ് ഉയരുന്നത്. എന്നാൽ ഈ പ്രാർത്ഥന എന്നിൽ നിന്ന് ഉയരുമ്പോഴും ദൈവം നിശബ്ദമാകുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുകയാണ്. ആ പ്രാർത്ഥനയുടെ കുറച്ചുകൂടെ ഗൗരവമേറിയ ഒരു അനുഭവം 2-ാമത്തെ വാക്യത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. അപ്പൊ എവിടെയാണ് ഇപ്പം നിൽക്കുന്നത്? വിശുദ്ധാന്തർ മന്ദിരത്തിലാണ്. അവിടെ എന്താ ചെയ്യുന്നത്? എൻ്റെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുക, യാചിക്കുക. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട്. പുരുഷന്മാരെല്ലായിടവും കോപവും വാഗ്വാദവും വിട്ട് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് കൺസെപ്റ്റിലും വിശുദ്ധാന്തർ മന്ദിരത്തിൽ ചെന്ന്, വിശുദ്ധാന്തർ മന്ദിരം എന്ന് പറയുമ്പോൾ അതിപരിശുദ്ധ സ്ഥലമാണ്. വിശുദ്ധാന്തർ മന്ദിരം എന്ന് പറയുന്നത് അതിപരിശുദ്ധ സ്ഥലമാണ്. പഴയ നിയമത്തിന്റെ സമാഗമന കൂടാരത്തിൽ 3 ഭാഗങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അവിടെ ഇപ്പൊ നിൽക്കുന്നേ. അവിടെ നിന്നിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പക്ഷേ ദൈവം നിശബ്ദമാകുകയാണ്. ഇത് അതീവ ഗൗരവമുള്ള ഒരു സംഗതിയാണ്, ദൈവിക നിശബ്ദത. ഞാനതിൻ്റെ എബ്രായ പദത്തെ ശ്രദ്ധിക്കുകയും അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ആ മൗനത്തിന്, ആ നിശബ്ദതയ്ക്ക് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതിൽ ഒരു മീനിങ് എന്ന് പറയുന്നത് ടു ഷോ ഇനാക്ടിവിറ്റി എന്നാണ്. മറ്റൊരു മീനിങ് ടു മേക്ക് സൈലന്റ് എന്നാണ്. ഇതിൻ്റെ ഇതര ചിന്തകളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഇനാക്ടിവിറ്റിയെ കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ ദേശം ബഹുവിശേഷമെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു, നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത്? ഈ മീനിങ് ചേർത്ത് നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശകലനം ചെയ്താൽ, വിശുദ്ധാന്തർ മന്ദിരത്തിൽ ചെന്ന് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കരം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രാർത്ഥനകൾ അങ്ങോട്ട് എത്താത്തതുപോലെ ദൈവം അനങ്ങാതിരിക്കുക. ചില ഘട്ടങ്ങളിൽ പ്രാർത്ഥനയല്ലാതെ എന്താണ് മാർഗം? ചില ഘട്ടങ്ങളിൽ ദൈവത്തോട് പറയാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അല്പം കൂടെ നമ്മൾ ഗൗരവമായി പോയാൽ നീണ്ട ഒരു ഉപവാസത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ദൈവം അനങ്ങാതിരിക്കുകയാണെങ്കിലോ, ദൈവം അടങ്ങിയിരിക്കുകയാണെങ്കിലോ, ദൈവം ആക്റ്റീവ് ആകുന്നില്ലെങ്കിലോ എന്ത് ചെയ്യും? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, നീ നിശബ്ദമായിരിക്കുന്നത് എന്ത്? നീ അങ്ങനെ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നവനെ പോലെ ആയിപ്പോകും. നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കോമൺ പ്രയറുകളായിരിക്കില്ല. നമ്മളൊക്കെ രാവിലെയും പ്രാർത്ഥിക്കും, വൈകിട്ടും പ്രാർത്ഥിക്കും, പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനകൾ പോലെയാണോ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിലൊരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനൊരു ഉത്തരം വേണം, അതിനൊരു മറുപടി വേണം. അപ്പൊ പ്രശ്നത്തിന്റെ രൂക്ഷതയനുസരിച്ച് പ്രാർത്ഥനയുടെ തീവ്രത ഭയങ്കരമായിരിക്കും. ഇവിടെ ഭക്തൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ
ദൈവം കേൾക്കാതിരിക്കുന്നുവോ എന്നൊരു സംശയം, ദൈവം മിണ്ടാതിരിക്കുന്നുവോ എന്നൊരു സംശയം. ഞാൻ ദൈവത്തിനും ശരിക്കും വായിച്ചപ്പോഴേ ദൈവം മൗനമായിരുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതിലൊരു സന്ദർഭമാണ് സങ്കീർത്തനം 35:22 എഴുതിയിരിക്കുന്നത്. യഹോവേ, നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ. കർത്താവേ, എന്നോട് അകന്നിരിക്കരുതേ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നില്ലെന്നോ, ആ പ്രാർത്ഥനയോട് ദൈവം ക്രിയാത്മകമായി പ്രതികരിക്കുന്നില്ലെന്നോ ഞാൻ തിരിച്ചറിയുമ്പോൾ അവിടെ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം എന്നോട് അകന്നിരിക്കുന്നുവോ എന്നുള്ളതാ. ഇവിടെ പറയുന്നു, നീ കണ്ടുവല്ലോ, മൗനമായി ഇരിക്കരുതേ, എന്നോട് അകന്നിരിക്കരുതേ. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ കാത് മന്ദമായോ? ഇല്ല. പ്രവർത്തിക്കാതിരിക്കാൻ ദൈവത്തിൻ്റെ കൈ കുറുതായോ? ഇല്ല. അപ്പൊ കർത്താവിന് കാണാൻ പറ്റും, കർത്താവിന് കേൾക്കാൻ പറ്റും, കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ ഇതൊന്നും നടക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥന, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാമത്. അങ്ങനെയല്ല പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കും മുൻപേ ദൈവം അറിയുന്നു. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ചോദിക്കും മുമ്പേ ദൈവത്തിന് അറിയാം. അപ്പൊ പ്രാർത്ഥിച്ചത് കേൾക്കാഞ്ഞിട്ടല്ല ചില സന്ദർഭങ്ങളിൽ ദൈവം മൗനമാകുന്നത്. നമ്മുടെ പ്രശ്നത്തിന്റെ രൂക്ഷത അറിയാൻ മേലഞ്ഞിട്ടല്ല ചില സന്ദർഭങ്ങളിൽ ദൈവം മൗനമാകുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ അതിന് അനുബന്ധമായിട്ട് പറയും, എന്നോട് അകന്നിരിക്കരുത്. അപ്പോൾ എന്തോ ഒരു ബന്ധത്തിന്റെ വിള്ളൽ എവിടെയോ വന്നു. പ്രാർത്ഥനയുടെ മറുപടിയുടെ വേഗത പലപ്പോഴും ബന്ധത്തെ ആസ്പദീകരിച്ചായിരിക്കുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ദൈവം കേട്ടു. പക്ഷെ മറുപടി വന്നത് 21-ാമത്തെ ദിവസമാണ്. അപ്പൊ കേട്ടപ്പോൾ തന്നെ മറുപടി പുറപ്പെട്ടെങ്കിലും 21 ദിവസങ്ങൾ വൈകിപ്പോയി. അത് ദൈവം വൈകിച്ചതല്ല, പാർസി ദേശത്തിന്റെ പ്രഭു വൈകിപ്പിച്ചതാണ്. അപ്പം അവിടെ ന്യായമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പാർസി ദേശത്തിന്റെ പ്രഭു ഇതിനെ വൈകിപ്പിച്ചത് എന്തുകൊണ്ടാ? ഈ മറുപടി ദാനിയേലിന്റെ അടുക്കൽ എത്തിയാൽ ഇതിനെ മിക്കപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് ഈ പ്രഭുവിനെ ആയിരിക്കും. ഇവിടെയാണ് തടയുന്നത്. ഇതാണ് തടയുന്നതിന്റെ പിന്നിലെ പർപ്പസ്. അപ്പൊ ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേല് ബന്ധം തീവ്രമാണ്. പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മറുപടി പുറപ്പെടുകയും ചെയ്തു, പക്ഷേ വൈകി. അവിടെ യുദ്ധം ചെയ്തത് ദാനിയേലല്ല. ദാനിയേൽ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധം ചെയ്തത് ദാനിയേലല്ല, യുദ്ധം ചെയ്തത് ദൂതന. ഞാൻ പറയാം, ബന്ധം തീവ്രമാണെങ്കിൽ ദൈവത്തിന് മൗനമാകാൻ പറ്റത്തില്ല. ദൈവം നിശബ്ദമാകുന്നു എന്ന് ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങൾ ഹൃദയഭേദകമായിരിക്കും. ഒരു മറുപടി ഉണ്ടായേ പറ്റൂ, അങ്ങനെ ഒരു ഘട്ടത്തിലായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ദൈവം നിശബ്ദമാണ്. ഇത് നമുക്കൊട്ട് താങ്ങാനും പറ്റത്തില്ല. നമ്മളൊരു വലിയ വലിയ പ്രതിസന്ധി ഇരിക്കുക. ദൈവം സഹായിച്ച പറ്റൂ, വേറെ ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം നിശബ്ദമാണ്. ഒരു മറുപടി പുറപ്പെടേണ്ട സമയത്ത് ദൈവം മൗനമായിരിക്കുന്നു. ഹൃദയഭേദകമാണ്. സങ്കീർത്തനം 39:12 വരുമ്പോൾ, യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ, എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ആ വാക്കുണ്ടോ? ദൈവം എപ്പോഴാണ് മിണ്ടാതിരുന്നേ? എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയ ആ ഒരു സന്ദർഭത്തിലാണ്. നമ്മളൊക്കെ സാധാരണ കരയാറുണ്ടോ? ഇല്ല. സാധാരണ ലൈഫിൽ നമ്മളാരും കരയാറില്ല. എപ്പോഴാണ് കരയേണ്ടി വരുന്നേ? നമ്മുടെ ഹൃദയം അതുപോലെ ഉരുകുന്ന ഘട്ടങ്ങളിലാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്. ഇവിടെ ഭക്തൻ പറയുന്നു, ഞാൻ കരയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ കണ്ണുനീര് നീ കാണുന്നുണ്ടെന്ന്.
പക്ഷേ മിണ്ടാതിരിക്കുക. പ്രാർത്ഥന, മിണ്ടാതിരിക്കരുതേ. എൻ്റെ കണ്ണുനീര് കണ്ടിട്ട് നീ നിശബ്ദമാകല്ലേ, മൗനമാകല്ലേ. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തോട് പറയണം, മൗനമാകല്ലേ കർത്താവേ, മിണ്ടാതിരിക്കരുതേ കർത്താവേ. ജീസസ്. യെശയ്യാവ് 64:12 വരുമ്പോൾ, യഹോവേ നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതിരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ദൈവം മിണ്ടാതിരിക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ ക്ലേശിക്കുക. എങ്ങനെ ക്ലേശിക്കുന്നു? അതികഠിനമായി ക്ലേശിക്കപ്പെടുക. ഇവിടെയാ പറയുന്നത്, ദൈവമേ മിണ്ടാതിരിക്കരുതേ. സ്തോത്രം. ഇനി ഞാൻ അതിൻ്റെ മറ്റൊരു മേഖലയിലോട്ട് കയറിയിട്ടെന്ന് പറയാം. ഈ ദൈവം ചില സമയത്ത് മിണ്ടാതിരിക്കുന്നെങ്കിൽ ചിലരുടെ മേൽ ന്യായവിധി നടത്താനുള്ള ഒരുക്കത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്നത്. നമുക്ക് തോന്നും മിണ്ടാതിരിക്കുകയെന്ന്. അല്ല, ദൈവം മിണ്ടാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ചിലരുടെ മേൽ ഒരു ന്യായവിധിയുടെ കരം വ്യാപരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ബൈബിൾ പറയുന്നത്. സങ്കീർത്തനം 50:21-22 ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. നീ ചെയ്തത് എനിക്കറിയാം, നീ ചെയ്തത് ഞാൻ കണ്ടതാ, പക്ഷെ ഞാൻ മിണ്ടാതിരിക്കുക. ഞാൻ മിണ്ടാതിരിക്കുന്നത് നിന്നെ പോലെ ഒരുത്തനായതുകൊണ്ടല്ല. കണ്ടോ? അപ്പൊ ചില പാപങ്ങൾ, ചില കഠിന പ്രവർത്തികൾ, ദൈവഹിതത്തിനെതിരായിട്ടുള്ള ചില മൂവ്മെന്റുകൾ ചിലർ നടത്തുന്നത് ദൈവം കണ്ടതാ, പക്ഷെ ദൈവം മൗനമാണ്. അങ്ങനെ ദൈവം മൗനമാകുന്നത് ഒരനുവാദമൊന്നുമല്ല. അതിന് തൊട്ടു താഴത്തെ വാക്യത്തിൽ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പൊ ചെയ്തത് ദൈവം കണ്ടിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന്റെ മുൻപിൽ നീ ചെയ്തതെല്ലാം നിരത്തി വെക്കും, നിനക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്നെ കാണുക. ഈ വേദിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ? ഇതെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ കർത്താവ് പറയുക, നീ ചെയ്തത് ഞാൻ കണ്ടതാ, ഞാൻ മിണ്ടാതിരിക്കുക. സ്തോത്രം. പക്ഷേ ഇതെല്ലാം നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ നിരത്തി വെക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നിട്ട് പറയുക, അന്ന് ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പൊ ചില ഘട്ടങ്ങളിൽ ദൈവം മിണ്ടാതിരിക്കുന്നത് ഒരു ന്യായവിധിക്ക് വേണ്ടിയാണ്. എന്നാൽ ഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവം മിണ്ടാതിരിക്കുന്നത് ഒരു ന്യായവിധിക്ക് വേണ്ടിയോ ഒരു ശിക്ഷാവിധിക്ക് വേണ്ടിയോ ഒന്നുമല്ല. ഞാൻ പറയാം, സ്തോത്രം, അതൊരു വലിയ ദൈവപ്രവർത്തിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമുക്ക് തോന്നുന്നതാണ് ദൈവം നമ്മുടെ പ്രശ്നത്തിൽ മൗനമാകുന്നെന്ന്. അല്ല. ഞാൻ വാക്യം പറയുന്ന വിശദീകരണങ്ങളിൽ നിൽക്കുകയാണ്, അതിൻ്റെ പരിഹാരം പുറകാലം ഞാൻ പറയാം. അപ്പൊ ഇങ്ങനെ ദൈവം മിണ്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവേ നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിപ്പോവും. അവിടെ ആ കുഴി എന്ന് പറയുന്നത് യോസഫിന്റെ കുഴിയല്ല. ആ കുഴി വേണമെങ്കിൽ തന്നെ കയറാൻ പറ്റുന്ന കുഴിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കയറ്റാൻ പറ്റുന്ന കുഴിയോ ആണ്. എന്നാൽ ഇവിടെ ദൈവം മൗനമാകുന്നത് കൊണ്ട് ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നവരെ പോലെ ആകും എന്ന് പറയുന്നത് യോസഫ് വീണ കുഴിയല്ല. സ്തോത്രം. അത് മരണവുമായി ബന്ധപ്പെട്ടുള്ള കുഴിയാണ്. ദൈവം മിണ്ടാതിരുന്നാൽ നമ്മൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലായി പോകും. നമ്മൾ ദൈവത്തോട് പറയണം, നീ മിണ്ടാതിരിക്കരുതേ. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സങ്കീർത്തനം 30:33 വരുമ്പോ, യഹോവേ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവിടെ ജീവരക്ഷ എന്ന പദം കണ്ടോ? അപ്പൊ കുഴിയിൽ ഇറങ്ങുക എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട. ദൈവം മൗനമായിരുന്നാൽ, ദൈവം മിണ്ടാതിരുന്നാൽ ചത്തുപോകുന്നതിന് തുല്യമാണ്. ശവക്കല്ലറയിൽ അടക്കം ചെയ്യപ്പെടുന്നതിന് തുല്യമാണ്. ദൈവമേ നീ മിണ്ടാതിരിക്കരുതേ. മിണ്ടാതിരുന്നാൽ കുഴിയിൽ ഇറങ്ങിപ്പോകുന്നത് പോലെ ആകും. അത് മനസ്സിലാകാൻ ഒരു വാക്യം കൂടെ പറയാം. സങ്കീർത്തനം 88:4-5 വാക്യത്തിലേക്ക് വരുമ്പോൾ, കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു,
ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെയാകുന്നു. ശവക്കുഴിയിൽ കിടക്കുന്ന ഹതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ നീ പിന്നെ ഓർക്കുന്നില്ല. കണ്ടോ, കുഴി എന്ന് പറയുന്നത് ശവക്കുഴിയാ, കല്ലറയാ. നീ മൗനമാകാതിരുന്നാൽ, നീ മൗനമായാൽ, എൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ നീ ഉത്തരം പറയാതിരുന്നാൽ, ദൈവമേ, ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവനെ പോലെ ആയിപ്പോകും. ഇതുകൊണ്ടാണ് പറയുന്നത്, നീ മൗനമാകല്ലേ, നീ മൗനമാകല്ലേ, നീ മൗനമാകല്ലേ. ഹല്ലേലൂയ. ആട്ടെ, ഇനിയും പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും അറിയിച്ചിട്ടും നിരന്തരമായി ദൈവമുമ്പാകെ കിടന്ന് നിലവിളിച്ചിട്ടും ദൈവം മൗനമായിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. സ്തോത്രം. പാപം ചെയ്തിട്ടല്ല, ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചിട്ടല്ല, ഞാൻ അശുദ്ധിയിലേക്ക് പോയിട്ടല്ല, പക്ഷെ ദൈവം നിശബ്ദമാണ്. എൻ്റെ ജീവിതം വിശുദ്ധമാണെന്ന് എനിക്കറിയാം. നിരന്തരമായി പ്രാർത്ഥനയിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. സ്തോത്രം. പക്ഷേ ദൈവം നിശബ്ദമാണ്. എങ്ങനെ രക്ഷപ്പെടും? എന്താണ് പരിഹാരം? ഹല്ലേലൂയ. അതിനുള്ള പരിഹാരം, ഒന്നാമത്തെ കാര്യം നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിരന്തരമായി പ്രാർത്ഥിക്കുക. ഒരു ദിവസം കൊണ്ട് നിർത്തരുത്. ദാനിയേൽ പ്രാർത്ഥിച്ചു. ഒന്നാം ദിവസം കഴിഞ്ഞു, മറുപടി വന്നില്ല. രണ്ടാം ദിവസം കഴിഞ്ഞു, മറുപടി വന്നില്ല. മൂന്നാം ദിവസം കഴിഞ്ഞു, മറുപടി വന്നില്ല. 10, 14, 15, 20 കഴിഞ്ഞു, മറുപടി വന്നില്ല. പ്രാർത്ഥന തുടരുക. സ്തോത്രം. നിരന്തരമായി പ്രാർത്ഥിക്കുക. മറുപടി വരുന്നത് വരെ പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മളിൽ വ്യാപരിക്കുന്ന മടുപ്പിന്റെ കെട്ടുകളെ പൊട്ടിക്കുക. പിശാച് എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് നേടി? നീ വലിയ ഉപവാസക്കാരനല്ലായിരുന്നു, നീ വലിയ ഉപവാസക്കാരിയായിരുന്നല്ലോ, ഭയങ്കര ആരാധനക്കാരിയായിരുന്നല്ലോ, നിനക്ക് എന്ത് കിട്ടി? ഇത് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞാലും അത് പിശാചാണ്. നിങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ മറ്റൊരുത്തം പറഞ്ഞാലും അത് പിശാചിൽ നിന്നാണ്. ഈ രണ്ട് വിധത്തിൽ നിന്നാണല്ലോ ഇങ്ങനെയുള്ള മറുപടി കിട്ടുന്നത്. ഒന്ന് മനസ്സിൽ പറയും, അത് പിശാച, സംശയിക്കണ്ട. മറ്റേ എല്ലാവരും പറയും, ഓ നീ അങ്ങ് ഒരുങ്ങിക്കെട്ടി എല്ലാ ദിവസവും അങ്ങ് പോവായിരുന്നല്ലോ, എന്നിട്ട് എന്തോ കിട്ടി? ഇതും പിശാച. വിളിക്കൊന്നും വേണ്ട, സംഭവം അത് തന്നെ. സ്വതന്ത്രം. ഇവിടെ നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ സ്ട്രോങ് ആയി ഒരുവൻ ഒറ്റയ്ക്ക് നിന്നാൽ മതി. അങ്ങേ മലയിൽ നിൽക്കുന്ന 850 പേര് എതിര് നിന്നാലും നിനക്കൊന്നും ഭവിക്കാൻ പോകുന്നില്ല. 850 പേരുടെ പരിപാടി ഭയങ്കര തീവ്രമല്ലായിരുന്നു. വെട്ടുന്നു, മുറിക്കുന്നു, ഒച്ചയുണ്ടാക്കുന്നു, നിലവിളിക്കുന്നു, ഭയങ്കര പരിപാടി നടത്തിയില്ലേ? പക്ഷേ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒറ്റയ്ക്ക് ഇപ്പുറത്ത് നിന്നിട്ട് ആകാശത്തുനിന്ന് തീയെ താഴേക്ക് ഇറക്കുക. ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ഒറ്റയ്ക്കായാലും മതി, പക്ഷെ പ്രാർത്ഥന നിർത്തരുത്. ദൈവം മൗനമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന നിർത്തരുത്. കേട്ടില്ല എന്നുള്ള നിലയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ യോഗ്യയല്ല, എനിക്ക് പരാജയമുണ്ട്, പോരായ്മയുണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥന അവസാനിപ്പിക്കരുത്. നിരന്തരമായി പ്രാർത്ഥിക്കുക, തുടർമാനമായി പ്രാർത്ഥിക്കുക. അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരും. ഈ വാക്യം അത് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ വാക്യത്തിൽ, ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ തുടർച്ചയായിട്ട് നിലവിളിക്കുകയാണ്. വേറെ മാർഗം എനിക്കില്ല. ഞാൻ തുടർച്ചയായിട്ട് നിലവിളിക്കുകയാണ്. വേറെ ഒരു വഴി എനിക്കില്ല. അപ്പം മടുക്കരുത്. ഉത്തരം വൈകുമ്പോൾ മടുക്കരുത്. സ്തോത്രം. മറുപടി വൈകുമ്പോൾ മടുക്കരുത്. പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. ദൈവം മൗനമാകുന്നു എന്ന് തോന്നുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, കൂടുതൽ കൂടുതൽ കൂടുതൽ. 7ാമത്തെ വാക്യം നോക്കി, യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു, എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു.
നീ പ്രാർത്ഥിച്ചായിരുന്നോ? പ്രാർത്ഥിച്ചു. കേട്ടോ? ഇല്ല. മൗനമാണോ? മൗനമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? നിരന്തരം പ്രാർത്ഥിക്കുക, നിരന്തരം ആശ്രയിക്കുക. സ്തോത്രം. ഈ നിരന്തരം ആശ്രയിക്കുക എന്ന് പറയുമ്പം ഞാനതിൻ്റെ ഹീബ്രു വേർഡ് ശ്രദ്ധിച്ചപ്പം ഖ്വാൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള മീനിങ്ങുകൾ ടു ഹാവ് കോൺഫിഡൻസ് എന്നും ടു ബി ബോൾഡ് എന്നും മറ്റൊരു മീനിങ്ങിൽ ടു ബി സെക്യൂർ എന്നുമാണ്. സ്തോത്രം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ വിഷയത്തിൽ ബോൾഡാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ അവിടെ സെക്യൂർ ആണ്. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിൽ. ആമേൻ. ഇത് കളയാതെ നിലനിർത്തേണ്ടത് നമ്മളാണ്. സ്തോത്രം. ചിലർ പറയുന്ന ഭീഷണിയുടെ വാക്കുകളൊന്നും തലക്കകത്ത് കയറ്റി വെക്കരുത്. ഈ ഒരു ഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുക, പ്രശ്നങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ബോൾഡായിരിക്കുക. അപ്പം ദൈവം മൗനമാണോ? മൗനമാണ്. പക്ഷെ ഞാൻ നിരന്തരം പ്രാർത്ഥിക്കും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. സ്തോത്രം. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര തൻ്റെടാ. ഞാൻ ആ വിഷയത്തിൽ കോൺഫിഡൻ്റാണ്. സ്തോത്രം. ഞാൻ ബോൾഡാണ്, ഞാൻ അവിടെ സെക്യൂറാണ്, എനിക്ക് നല്ല ബോധ്യമാണ്. സ്തോത്രം. അതുകൊണ്ടായി സങ്കീർത്തനം 13:5 ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. എനിക്ക് ആശ്രയിക്കാനുള്ളത് നീയാ. സ്തോത്രം. സങ്കീർത്തനം 56:3-4 വരുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയല്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഒരുത്തനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ ഭാവി ഇരിക്കുന്ന മന്ത്രവാദിയുടെ കയ്യിലല്ല, നിന്റെ ഭാവി ഇരിക്കുന്നത് ആഭിചാരകന്റെ കയ്യിലല്ല, നിന്റെ ഭാവി ഇരിക്കുന്നത് നിന്നെ ശപിക്കുന്ന ശാപവാക്കുകൾ നിരന്തരം ഉച്ചരിക്കുന്ന ആരുടെയെങ്കിലും കയ്യിലല്ല, നിരന്തരം നിന്നെ ആക്ഷേപിക്കുന്നവരുടെ കയ്യിലല്ല. നിന്റെ ഭാവി ഇരിക്കുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, നിരന്തരം ആശ്രയിക്കുക. അപ്പോൾ ഒന്നാം ഘട്ടം, എൻ്റെ സാഹചര്യത്തിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചറിഞ്ഞു പ്രാർത്ഥിക്കുന്നതല്ലാതെ മറുപടി ഒന്നും വരുന്നില്ല, ദൈവം മൗനമാണ്. അതിൻ്റെ രണ്ടാം ഘട്ടം എനിക്ക് നിരാശയാണ് വരേണ്ടത്. പക്ഷേ അവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. ഒന്ന്, നിരന്തരം പ്രാർത്ഥിച്ചു. രണ്ട്, നിരന്തരം ദൈവത്തിൽ പിന്നെയും 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 ആശ്രയിച്ചു. ഇത് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ ദൈവം ദീർഘക്ഷമയുള്ളവനാണെങ്കിലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുമെന്ന വാക്യം പറയുന്നത്. സ്തോത്രം. ദൈവം ദീർഘക്ഷമയോടെ ഇരിക്കുകയാണ്, മൗനമാണ്, മിണ്ടുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാലും രാവും പകലും നിലവിളിക്കുക, ഒരു പ്രതിക്രിയ അതിനകത്തുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുക, ആശ്രയിക്കുക. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം? അതുകൂടെ പറയുമ്പോഴാണ് ഈ മെസ്സേജ് തീരുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 62-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. അതിൻ്റെ നീതി പ്രകാശം പോലെയും അതിൻ്റെ രക്ഷ കത്തുന്ന വിളക്ക് പോലെയും വിളങ്ങി വരുവോളം തന്നെ. നിരന്തരം പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മദാഹമുണ്ടോ? നിരന്തരം ആശ്രയിക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ? ഏറ്റവും ഒടുവിൽ ദൈവം പറയും, ഞാൻ മിണ്ടാതിരിക്കുകയല്ല. പ്രിയരേ, പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു ഘട്ടത്തിൽ മാത്രമേ ദൈവത്തിന് മിണ്ടാതിരിക്കാൻ പറ്റൂ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുന്നില്ല എന്ന് നിനക്ക് തോന്നുന്ന ആ ഒരു ചെറിയ ഇടവേളയിലെ അങ്ങനെ തുടരൂ. അത് കഴിയുമ്പോൾ ദൈവം സംസാരിക്കുവാൻ തുടങ്ങും, ദൈവം ഇടപെടുവാൻ തുടങ്ങും. അങ്ങനെ ഇടപെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ നീതി പ്രകാശം പോലെയും രക്ഷ കത്തുന്ന വിളക്ക് പോലെയും മടങ്ങി വരും. നമ്മൾ ആകുലപ്പെടുന്നത് നമ്മൾ അനുഭവിച്ച അനീതിയുടെ നടുവിലല്ലേ? നമ്മൾ ദുഃഖിച്ചത് നമ്മൾ കടന്നുപോയ അനീതിയുടെ നടുവിലല്ലേ? സ്തോത്രം. നമ്മൾ ചോദിച്ചത് എനിക്ക് ഈ വിഷയത്തിൽ എങ്ങനെ ഒരു നീതി കിട്ടുമെന്നല്ലേ? കർത്താവ് പറയുക, ഞാൻ സംസാരിക്കും, നിന്റെ നീതി പ്രകാശം പോലെ ഇരിക്കും, ആർക്കും തടയാൻ കഴിയില്ല. സൂര്യൻ പ്രകാശിക്കുമ്പോൾ പ്രകാശിക്കുന്ന സൂര്യനെ തടയാൻ ആർക്കാ കഴിയുന്നത്?
നിവർത്തിപ്പിടിച്ച ഒരു കുടയ്ക്ക് സൂര്യപ്രകാശത്തെ എത്രത്തോളം തടയാൻ പറ്റും? നിന്റെ നീതി പ്രകാശം പോലെ ഇരിക്കും. വിശ്വസിക്കേ. നാട്ടുകാർ അറിയത്തക്ക വിധത്തിൽ, വീട്ടുകാർ അറിയത്തക്ക വിധത്തിൽ, നിന്നെ അപമാനിച്ചവർ അറിയത്തക്ക വിധത്തിൽ, നിന്നെ നിന്ദിച്ചവർ അറിയത്തക്ക വിധത്തിൽ മിണ്ടാതിരുന്നു എന്ന് നീ പറയുന്ന അവൻ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പ്രകാശം പോലെ അത് റിവീലാകും. ജയം, രക്ഷ കത്തുന്ന വിളക്ക് പോലെ മടങ്ങി വരും. ദൈവം സംസാരിക്കും, മൗനം വെടിയും. ഹല്ലേലൂയ. പൗലോസിനെയും ശീലാസിനെയും ബന്ധിച്ച് അടിച്ചപ്പോ ദൈവം സംസാരിച്ചില്ലല്ലോ. പൗലോസിനെയും ശീലാസിനെയും കൈ ആമത്തിലിട്ടപ്പോ ദൈവം സംസാരിച്ചില്ലല്ലോ. വിലങ്ങ് ധരിച്ചപ്പോ ദൈവം സംസാരിച്ചില്ലല്ലോ. അവർ പരിഭവിച്ചോ? അർദ്ധരാത്രിയിൽ അവർ ആരാധിച്ചു. ദൈവം ഇറങ്ങി വന്നു. ഞാൻ ആത്മാവിൽ പറയാം, പ്രശ്നങ്ങളുടെ നടുവിൽ മൗനമാകാതെ, പ്രശ്നങ്ങളുടെ നടുവിൽ ആരാധിക്കാൻ തീരുമാനിക്കുക, പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുക.